എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരത്തിയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഇവളുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കർമ്മങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈന്ദവർക്ക് കൂടുതലും അച്ഛനമ്മമാര് മരണപ്പെട്ട് കഴിയുമ്പോൾ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് ആൺകുട്ടികളാണ്. പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛന് ഒരു പക്ഷെ ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കർമ്മം നടത്താനായിട്ട് മറ്റു ബന്ധുക്കളാരും തയ്യാറാകാത്തത് കൊണ്ടോ ആയിരിക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നല്ല വിഷമം തോന്നി. ഈ ഒരു പെൺകുട്ടി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി ഓമനിച്ച് വെക്കുന്ന നമ്മുടെ 5 മാസം ഗർഭമുള്ള സമയത്ത് സ്തനത്തിന്റെ സർജറി നടത്തി സിലിക്കോൺ വച്ചു പിടിപ്പിച്ച നമ്മുടെ ജാസി എന്ന് പറയുന്ന ആ ഒരു മഹാനായ ആ ഒരു വ്യക്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഒരു പുള്ളിക്കാരത്തി. ആ ഒരു ജാസി തുമ്പർത്ത് കിടന്ന സമയത്തൊക്കെ ഈ ഒരു പെൺകുട്ടിയായിരുന്നു അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഒരു സഹോദരിയെ പോലെ അടുത്ത് പറ്റിക്കൂടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ഞാനൊരു നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ടാവണം അതൊക്കെ കേൾക്കുമ്പോൾ അയ്യേച്ചേ എന്നൊക്കെ തോന്നുന്നു. അത് കേട്ടിട്ട് പലരും വന്നിട്ട് ചിലപ്പോൾ പറയും, അയ്യോ ഈ ഒരു അമ്മച്ചി വന്നിരിക്കുന്നു, ഒന്ന് പോടി, നീയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഇതൊക്കെ എന്താ ഇത്രയ്ക്ക് വേണ്ടി പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വേട്ടാവളിയന്മാരും വേട്ടാവളിച്ചിമാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ വേട്ടാവളിയും ഒക്കെ വച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇത് എന്റെ ചാനലാണ്, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിന് താല്പര്യമുള്ള ആളുകൾ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഇന്ന് നമുക്കറിയാം എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പോകുന്നത് പെൺകുട്ടികളാണെങ്കിൽ പിന്നാലെ കുറച്ച് അധികം ക്യാമറക്കാരന്മാര് പിന്നാലെ ഇങ്ങനെ കാണും. ശരിക്കും യുവമാരെയൊക്കെ അടിച്ചേറ്റി കളഞ്ഞാൽ പോലും പോവാത്തത് പോലെ നമുക്കറിയാം. രേണു സുധി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കഴിയുമ്പോൾ അവരുടെ പിന്നാലെ നടന്നിട്ട് കിന്നാരവും കൊണ്ട് ആ രേണു ആ ചെരുപ്പ് എവിടെ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഈ എന്താണ് ആ ചെരുപ്പ് എവിടെ നിന്ന് വാങ്ങിച്ചു, ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചു, ഈ പാൻറ്റീസിന്റെ കളർ എന്താണ് എന്നിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് കുറച്ച് അധികം വാഴകൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിപ്പോ ഒരു ട്രെൻഡിങ് ആണ്. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അപ്പൊ അത്തരത്തില് ഒരാളാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ചോദ്യത്തെക്കാൾ ഏറെ എന്നെ ലജ്ജിപ്പിച്ച് കളഞ്ഞത് ഈ ഒരു പെൺകുട്ടിയുടെ ഉത്തരങ്ങളും തിരിച്ചുള്ള ചില ചോദ്യങ്ങളുമാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് തന്നെ പോവാം. അതായത് ഈ ഒരു പെൺകുട്ടിയോട് ആ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാല് ഈ ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ആ ഒരു പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരെ ഇവള് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ശരിക്കും എനിക്ക് ഇത്രയും ഏജ് ഉണ്ടെങ്കിൽ പോലും ഈ വാക്കുകളൊക്കെ പറയാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ പറയുകയാണ്. പച്ചക്ക് പറഞ്ഞ മോലെയും കുണ്ടിയൊക്കെ ഇത്ര മോശമാണോ? പച്ചക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് പറയുന്നത് ഇത് വൃത്തികെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീയുടെ ശരീരാവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊള്ളേ? മാറിടവും നിതംബവും മോശമാണോ എന്നാണ് ഇവള് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവള് പറയുന്ന ഭാഷ ഇതല്ല. പക്ഷെ ആ ഒരു ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് എന്തോ തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇവളിപ്പോ ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കുറെ എണ്ണം ഉണ്ട്. എന്തും പറയും സോഷ്യൽ മീഡിയയിൽ വന്നാലും. ശരിക്കും ഇതിനെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാഞ്ഞിട്ടാണോ, ആള് കൂടിപ്പോയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പച്ചക്ക് പറഞ്ഞ മോലെയും കുണ്ടിയൊക്കെ ഇത്ര മോശമാണോ? പച്ചക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് പറയുന്നത് ഇത് വൃത്തികെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീയുടെ ശരീരാവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊള്ളേ? എന്താ ഇതിന് മറുപടി പറയണ്ടേന്ന് വെച്ചാൽ എനിക്കറിയില്ല. പൊന്നുമോളെ, ഇതൊന്നും മോശപ്പെട്ട സാധനം അല്ലടാ. ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ എല്ലാവർക്കും ഉള്ളതാണ്. സ്ത്രീ ആണെങ്കിൽ അത് ഉണ്ടാവും, പുരുഷനാണെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, സെക്കൻഡ് പറഞ്ഞ സാധനം അവർക്കും ഉണ്ട്. ഓക്കെ. അപ്പൊ പിന്നീട് ഇവള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സ്ത്രീയുടെ ശരീരാവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊള്ളേ? ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ, അവരൊക്കെ കണ്ണടച്ചിരിക്കുവായിരുന്നു ഭാര്യ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നോ? ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഉള്ളതാ. ഇപ്പൊ കുറച്ചധികം അമ്മാവന്മാര് അല്ലെങ്കിൽ അമ്മായിമാര് കുറ്റം പറയാറുണ്ട് ഇവരുടെ വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഈ അമ്മാവന്മാർക്ക് ഭാര്യമാരില്ലേ, ഈ അമ്മാവന്മാര് അവരുടെ ഭാര്യമാരൊക്കെ അടുത്ത് വരുമ്പോൾ കണ്ണടച്ചിരിക്കുകയാണോ ചെയ്യുന്നത് നോക്കാതെ എന്നാണ് പുള്ളിക്കാരത്തിയുടെ സംശയം.
അപ്പൊ മോൾ ഒരു കാര്യം ചെയ്യുക, മോളുടെ ഇപ്പൊ അച്ഛന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അദ്ദേഹം ഇപ്പൊ ഈ അടുത്ത സമയത്താണ് മരണപ്പെട്ടു പോയത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നില്ല, നേരെ മറിച്ച് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു. മോള് ചെന്നിട്ട് ഒരു കാര്യം ചെയ്യുക, മോളുടെ അച്ഛനോട് ചോദിക്കുക, അമ്മ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അച്ഛൻ കണ്ണടച്ചാണോ ഇരുന്നത് എന്ന് ചോദിക്കാനായിട്ട് പറയുമായിരുന്നു. അപ്പൊ എന്തായാലും അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് ആ ഒരു വാക്ക് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നില്ല. അതേസമയം മോളൊരു കാര്യം ചെയ്യുക, അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കുക, ഫസ്റ്റ് നൈറ്റില് അമ്മ അച്ഛന്റെ അടുത്തേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എത്ര നൈറ്റോ ആവട്ടെ, അമ്മ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് അച്ഛൻ കണ്ണടച്ച് വച്ചിരുന്നോ എന്ന് അമ്മയോട് ചോദിക്കുക. അപ്പോ അമ്മ പറഞ്ഞു തരുമായിരിക്കും, ഏകദേശം മറുപടി എന്തായാലും പറഞ്ഞു തരുമായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി അമ്മ യെസ് ഓർ നോ, അതൊന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ അമ്മ വിശദീകരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ചിലപ്പോ പണ്ടത്തെ ആളുകളല്ലേ, അവർക്ക് ചിലപ്പോൾ നാണവും ചളിപ്പും പുളിപ്പും ഒക്കെ ഉണ്ടാവാം, നിങ്ങൾക്കൊക്കെ ഇല്ലെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അമ്മ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തരുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും മോളുടെ അമ്മ അടുത്ത് വന്നപ്പോൾ അച്ഛൻ കണ്ണടച്ചോണ്ട് ഇരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് മോള് ജനിച്ചത് കേട്ടോ. അതെന്തായാലും ഓർമ്മിച്ച് വെച്ചിരിക്കുക. പിന്നീട് ഇവള് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമെ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമെ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. എന്തിന്റെ ആവശ്യത്തിനാ? ഇതൊരു വൃത്തിയുടെ സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തിയുടെ സാധനമല്ല. സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ ശരീരം. അവനെ ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തികെട്ടോ, അയ്യോ എന്തൊരു വൃത്തികേടെന്ന് പറയേണ്ട ആരുമില്ല. സ്ത്രീയുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്താ മോശമാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും സ്ത്രീയുടെ എന്നല്ല പുരുഷന്റെ എന്നല്ല ആരുടെയും ശരീരത്തിലുള്ള അവയവങ്ങളൊന്നും മോശമല്ല. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് എന്ന് കരുതി ആരും ഒന്നും എടുത്ത് പുറത്തിട്ടുകൊണ്ട് നടക്കാറില്ല. മനസ്സിലായില്ലേ? അവയവങ്ങൾക്ക് എല്ലാത്തിനും, ഏതൊരു അവയവത്തിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ അവയവങ്ങളെയും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കണ്ണായാലും മൂക്കായാലും വായായാലും ത്വക്കായാലും വജൈനയായാലും നിതംബമായാലും മാറിടമായാലും ഗർഭപാത്രമായാലും ഏത് അവയവമായാലും അതിന് ഓരോ അവയവത്തിനും ഓരോ ധർമ്മങ്ങളുണ്ട്. അത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. ഓക്കെ, ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമെ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമെ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. എന്തിന്റെ ആവശ്യത്തിനാ? ഇതൊരു വൃത്തിയുടെ സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തിയുടെ സാധനമല്ല. അപ്പൊ ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, മാറി നിന്ന് കാണുകയും ചെയ്യും എന്നിട്ട് തെറിയും വിളിക്കുന്നതാണ് ഇവള് പറയുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ, നീ കാണിക്കുന്നത് കൊണ്ടല്ലേ കാണുന്നത്. നിന്നെ പോലുള്ള കുറച്ച് അവളുമാര് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കാണും. തെറി പറയാന്ന് പറയുന്നത് ആ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് തെറ്റാവുന്നത്? നിങ്ങൾക്കൊക്കെ അകത്ത് കിടക്കുന്നത് പുറത്ത് വെച്ച് കാണിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നിനക്ക് പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നീ കാണിച്ചോളൂ. അത് കാണുന്ന ആളുകൾക്ക് തെറി പറയാൻ തോന്നുന്നെങ്കിൽ അവർ തെറി പറയുക തന്നെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അകത്ത് വെക്കാനുള്ളത് അകത്ത് വെച്ച് കഴിഞ്ഞാല് പുറത്ത് കാണുന്നവരൊന്നും പറയില്ല. അതേസമയം അകത്ത് വെക്കേണ്ട സാധനം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്നവര് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിരിക്കും. അപ്പൊ ആ പറയുന്നവരുടെ കണ്ണിന് കുരുവെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അടുത്തത് ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് കേൾക്കാം. ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമെ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമെ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. എന്തിന്റെ ആവശ്യത്തിനാ? ഇതൊരു വൃത്തിയുടെ സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തിയുടെ സാധനമല്ല. സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ ശരീരം. അവനെ ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തികെട്ടോ, അയ്യോ എന്തൊരു വൃത്തികേടെന്ന് പറയേണ്ട ആരുമില്ല. പിന്നല്ലേ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് തെറിയും പറയും. വൃത്തികെട്ട ആൾക്കാർ മലയാളികൾ, കുറെ അമ്മായിമാര് ഫേസ്ബുക്ക്. അവിടെ ഇരുന്ന് കാണുകയും ചെയ്യും, മാറി ഇരുന്ന് തെറിയും പറയും എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കാണുകയും ചെയ്യും, മാറി ഇരുന്ന് തെറി പറയും എന്നാണ് ഇവള് പറയുന്നത്. നീ ആസ്വദിച്ച് കാണാൻ പാകത്തിന് വെച്ചു കൊടുത്തിട്ടല്ലേ ആളുകൾ കാണുന്നത്. നീ അല്ലെങ്കിൽ നിന്നെ പോലുള്ള അവളുമാര് മാറി ഇരുന്ന് തെറി പറയുന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികം. അത് സ്വാഭാവികമാണല്ലോ. അപ്പൊ അതിന് വിഷമം തോന്നുന്നത് നിങ്ങൾ കാണിക്കാതിരിക്കുക. അപ്പൊ കാണിക്കുന്നുണ്ടെങ്കിൽ കാണുന്നത് ചിലപ്പോൾ ആണുങ്ങളല്ലേ, അവർ ആസ്വദിച്ച് ചിലപ്പോൾ കണ്ടു എന്നൊക്കെ തന്നെ ഇരിക്കും. ആണുങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണ് പുരുഷന്മാരെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾ അവർ ആസ്വദിക്കും, സ്വാഭാവികം മാത്രം. തെറി പറയുന്നു എന്ന് വെച്ചാല് സ്വാഭാവികം. അത് ഇപ്പോ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളെയും അവർ തെറി പറയുന്നില്ലല്ലോ. നിന്നെ പോലുള്ള കുറെ എണ്ണം കാണിക്കാനായിട്ട് പുറത്ത് വെച്ച് കൊടുക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആസ്വദിക്കണമെന്ന് തോന്നുമ്പോൾ അവർ ആസ്വദിക്കുന്നു. അതൊരു മോശം പ്രവൃത്തി ആയതുകൊണ്ട് അവർ തെറിയും പറയുന്നു. പിന്നീട് ഇവള് പറയുന്നതെന്ന് പറഞ്ഞാല് അമ്മാവന്മാര് അമ്മായിമാര് എന്നുള്ള ഡയലോഗാണ് ഇവൾ എപ്പോഴും പറയുന്നത്. അതായത് ഈ പറയും പോലെ തന്നെ കണ്ട് ആസ്വദിച്ചിട്ട് മാറിയിരുന്ന് തെറി പറയും കുറച്ച് അമ്മാവന്മാരും അമ്മായിമാരും എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിന്റെ അപ്പനും അമ്മയും ഒക്കെ ചെറുപ്പക്കാരാണോ? നിന്റെ അപ്പൻ ഇപ്പൊ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി, അതുകൊണ്ട് അദ്ദേഹത്തെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നിന്റെ അമ്മ ഇപ്പോഴും ചെറുപ്പക്കാരി 16കാരി തന്നെയാണോ? നീ അമ്മായിമാരെന്നൊക്കെ നീ എല്ലാവരെയും പറയുമ്പോൾ അതുപോലെ തന്നെ നിന്റെ ഫാമിലിയില് അമ്മാവന്മാരായിട്ട് ആരുമില്ലേ? എല്ലാവരും മീശ മുളയ്ക്കുന്ന കുഞ്ഞി പയ്യന്മാരാണോ? ഇപ്പോ നിന്റെ അപ്പനാണെങ്കിൽ പോലും അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു, ദൈവത്തിങ്കിലേക്ക് പോയി, എന്നാൽ പോലും ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല. നിന്റെ വാക്കുകളിലും നിന്റെ പ്രവൃത്തി കൊണ്ടും ആണ് ചോദിക്കേണ്ടി വരുന്നത്. അതായത് നിന്റെ അപ്പൻ മരണപ്പെടുന്ന സമയത്തും അദ്ദേഹത്തിന് പൊടിമീശ പോലും മുളച്ചിട്ടില്ലായിരുന്നോ? അദ്ദേഹം എന്താ ചെറുപ്പക്കാരന് കുഞ്ഞു പയ്യനായിരുന്നു? നിന്റെ അപ്പനും അമ്മാവൻ തന്നെ ആണല്ലോ.
അപ്പോൾ നിനക്കും ഇത്രയധികം പ്രായമുള്ള നിന്റെ അപ്പനാവുമ്പോൾ അദ്ദേഹത്തിനും പ്രായമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അത്യാവശ്യം എന്തായാലും 50 വയസ്സെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അദ്ദേഹവും അമ്മാവൻ തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുമ്പോൾ അമ്മാവന്മാര് അമ്മായിമാര് എന്നൊക്കെ പറയുമ്പോൾ നീയും ഇപ്പൊ നിനക്കൊരു 30 വയസ്സായിട്ടുണ്ടെങ്കിൽ നീ തൈക്കിളവിയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 30-35 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഓ തൈക്കിളവി അല്ലെങ്കിൽ തൈക്കിളവൻ എന്നാണ് പറയുന്നത്. അപ്പൊ നീയും വയസ്സാവും, നിനക്ക് വാർദ്ധക്യം വരും, അതുപോലെ നീയും ചിലപ്പോൾ 1-2 കൊല്ലം കഴിയുമ്പോൾ നീയും തൈക്കിളവിയാവും. അപ്പോൾ നിന്നെയും മറ്റുള്ളവർ അമ്മാവന്മാര് അല്ലെങ്കിൽ അമ്മായിമാര് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ തന്നെ നിന്നെയും ഇതുപോലെ വിളിക്കും. ഓക്കെ, അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ മരണപ്പെട്ടു പോകണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അമ്മായി എന്നുള്ള വിളിയും അല്ലെങ്കിൽ അമ്മാവൻ എന്നുള്ള വിളിയൊന്നും കേൾക്കേണ്ടി വരില്ല. അല്ലാണ്ട് നല്ല ആയുസിന്റെ ബലം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിതം പോവുകയാണെങ്കിൽ തീർച്ചയായും മധ്യവയസ്ക ആണെങ്കിൽ അമ്മായി എന്ന് വിളിക്കും, മധ്യവയസ്കനാണെങ്കിൽ അമ്മാവൻ എന്ന് വിളിക്കും. അപ്പോൾ ഇന്ന് നീ വിളിക്കുന്നുണ്ടെങ്കിൽ നാളെ നിന്നെ അതുക്ക് മീതെ വിളിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ പറയുന്നവരൊക്കെ ആസ്വദിക്കുകയും ചെയ്യണം. പിന്നല്ലേ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് തെറിയും പറയും. വൃത്തികെട്ട ആൾക്കാർ മലയാളികൾ, കുറെ അമ്മായിമാര് ഫേസ്ബുക്ക്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത് ഈ പറയുന്നവരൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് അവൻ പറയുന്നത്. എടാ ചെറുക്ക, നീയൊക്കെ ശരിക്കും ഇതുപോലെ ഓരോ പെൺകുട്ടികൾ കോലം കെട്ട് നടക്കുമ്പോൾ അവരുടെയൊക്കെ പിന്നാലെ കൂടുന്നത് തന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനല്ലേ? നിന്റെയൊക്കെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഭാഗം എവിടെയാണോ ആ ഒരു ഭാഗമല്ലേ നിങ്ങൾ കൂടുതലായിട്ട് ക്യാമറയിൽ പകർത്തുന്നത്. അല്ലെ, നിങ്ങൾ ഈ ഓരോ പെൺകുട്ടികളെടുത്തും ഇതുപോലെ അവരുടെ പിന്നാലെ ക്യാമറയും തൂക്കി നടക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വരുന്ന വീഡിയോയിൽ നിങ്ങൾ അവരുടെ മുഖവും കൈയും കാലും അല്ലല്ലോ കാണിക്കുന്നത്. അവരുടെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ശരീരഭാഗം ഏതാണോ അത് തന്നെയല്ലേ നിങ്ങൾ കൂടുതലും ഇങ്ങനെ തള്ളി കാണിക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ എവിടെയാണ് നോക്കുന്നത്? നിങ്ങൾ നോക്കുന്നത് അവിടെ തന്നെയാണ്. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കൂടി കേൾക്കാം. എന്റെ സബിലൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് സബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും. കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും. അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നെ തെറിയും വിളിക്കും ആസ്വദിച്ചിട്ട്. അപ്പൊ ആസ്വദിക്കാൻ വേണം, ആരെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ അതിനെ തെറിയും പറയും. എന്റെ സബിലൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് സബ്. അപ്പൊ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ സബിൽ വന്നിരുന്നിട്ട് വീഡിയോസ് കണ്ടിട്ട്, അതായത് പേയ്മെന്റ് അടച്ച് ഇവരുടെ സബിൽ വന്നിരുന്നിട്ട് വീഡിയോ കണ്ടിട്ട് മാറി ഇരുന്നിട്ട് ഇവരെ തെറി പറയും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മെമ്പർഷിപ്പ് ലൈവ് ആയിരിക്കും, ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നതെന്നാണ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. മാറി ഇരുന്ന് കുറ്റം പറയുമെന്നാണ് പറയുന്നത്. നീ കാണിച്ചിട്ടല്ലേ മറ്റുള്ളവർ കാണുന്നത്. അപ്പൊ നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരു സിനിമ പോയി കാണുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഒരു സിനിമ പോയി കണ്ടിട്ട് ചിലപ്പോൾ അത് മെഗാസ്റ്റാറിന്റെ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പത്മശ്രീയുടെ സിനിമ ആയിരിക്കാം, അതായത് നമ്മുടെ ലാലേട്ടന്റേതായാലും മമ്മൂക്കയുടേതായാലും ഇനി സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയാണെങ്കിൽ പോലും നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ പോയി ആ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു സിനിമ കൊള്ളില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും സിനിമയെ കുറിച്ച് കുറ്റം പറയും, ഇല്ലേ? അപ്പോ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമ കൊള്ളൂലെങ്കിൽ അയ്യോ നമ്മുടെ മമ്മൂക്കയല്ലേ അഭിനയിച്ചത്, നല്ല കിഡില സിനിമ എന്നൊന്നും ആരും പറയില്ല. മമ്മൂക്കയുടെ ഫേസ് ഒക്കെ കാണാൻ സൗന്ദര്യമുള്ളതായിരിക്കും, മമ്മൂക്കയുടെ ശരീരവും കാണാൻ നന്നായിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ആ ഒരു അഭിനയം കൊള്ളില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ആൾക്ക് ആ ഒരു പൈസ മുതലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ മാറിയിരുന്ന് കുറ്റം പറയും. പിടികിട്ടി കാണുമല്ലോ പറഞ്ഞത് എന്താണെന്ന്, ഇല്ലേ? അപ്പൊ അത് പിടികിട്ടിയല്ലോ. അപ്പൊ ആ ഒരു വിഷയത്തിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ മോളുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ മോക്ക് പേയ്മെന്റ് അടച്ചിട്ട് വീഡിയോ കണ്ടിട്ട് മാറി ഇരുന്ന് തെറി പറയും എന്ന് പറയുന്നതിനോട് മോളുടെ ചാനലിൽ വന്നിട്ട് പേയ്മെന്റ് അടച്ചിട്ട് വീഡിയോ കണ്ടിട്ട് മാറി ഇരുന്ന് തെറി പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് കേൾക്കാം. എന്റെ സബിലൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് സബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും. കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും. അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നെ തെറിയും വിളിക്കും ആസ്വദിച്ചിട്ട്. അപ്പൊ ആസ്വദിക്കാൻ വേണം, ആരെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ അതിനെ തെറിയും പറയും. അപ്പൊ പുള്ളിക്കാരത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ വീഡിയോകൾക്ക് വലിയ രീതിയിലൊന്നും കാണിക്കുന്നതൊന്നും ഇല്ലടോ എന്നാണ് പറയുന്നത്. അതായത് കുറച്ച് ക്ലീനേജ് കാണിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മാറിടം കാണിക്കും. അതായത് പണ്ടൊക്കെ പറയുന്നൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ചാല് കാണിക്കുന്നു പറയായിരുന്നു, അതുപോലെ തന്നെ മാറിടം കാണിക്കുന്നു എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഇൻക്രീസ് വന്നത് കാരണം പലരും അതിനെ കുറച്ച് ഒരു ഭംഗിയിലാക്കി ക്ലീനേജ് കാണിക്കും എന്നൊക്കെയുള്ള സംഭവത്തിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവളുടെ മാറിടമൊക്കെ കാണിക്കും എന്നും പറഞ്ഞിട്ട് ഇവള് ഒരുപാടൊന്നും കാണിക്കത്തില്ല. ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കാണിക്കുമല്ലോ, അത്രയൊക്കെ കാണിക്കാറുള്ളൂ എന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ നിന്നെ തെറി വിളിക്കുന്നതിന്റെ കാര്യം നിനക്ക് പിടികിട്ടി കാണുമല്ലോ. അതായത് നീ പറഞ്ഞ ഈ ഒരു വാക്കിൽ തന്നെയുണ്ട് നിന്നെ ജനങ്ങൾ നിന്റെ വീഡിയോ വന്ന് പേയ്മെന്റ് അടച്ച് കണ്ടിട്ട് തെറി വിളിച്ചിട്ട് പോകുന്നതിന്റെ കാര്യം. അതായത് നീ പുറത്ത് നടക്കുന്നത് എങ്ങനെയാണ് അതുപോലെയൊക്കെ നീ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ നീ എന്തൊക്കെയോ കാണിക്കും എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് എടുത്തിട്ട് ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവിടെ നീ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അത് കാണുന്നോണ്ടായിരിക്കാം ഒരുപക്ഷെ മാറി നിന്ന് ആളുകൾ തെറി വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പിന്നീട് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ക്ലീനേജ് കാണിക്കും, വേണമെങ്കിൽ മുലക്കച്ച കെട്ടി നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മാത്രം തീർന്നില്ല, നേവില് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പൊന്നോ,
രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പോൾ മുലക്കച്ച വെട്ടി വേണം, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനിടും. ഇതിപ്പോൾ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നിട്ട് ഇവള് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാന് എന്റെ ശരീരമാണ്, അത് എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കാണിക്കുന്നതാണ് പറയുന്നത്. എന്റെ പൊന്നു മക്കളെ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ നാട്ടുകാരെ മൊത്തം കാണിക്കാനായിട്ട് ഇരിക്കരുത് പ്ലീസ്. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്രായപൂർത്തിയായവർ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ചെറിയ കുട്ടികൾ തൊട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും പണ്ടൊക്കെ നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ ഞാനൊക്കെ വളർത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കൾ കരയുകയാണെങ്കിൽ നമ്മൾ അവരെ കയ്യിലെടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ച് കരച്ചിലൊക്കെ മാറ്റിയിട്ട് പതുക്കെ തറയിൽ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഒന്നുകിൽ കളിപ്പാട്ടം വെച്ചു കൊടുക്കും. കളിപ്പാട്ടത്തിൽ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളോ അതിൽ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ അതിൽ കൊട്ടിക്കൊട്ടിയൊക്കെ ഇരുന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ കരയാതെ അവരങ്ങനെ ഇരിക്കുമായിരുന്നു. അതായിരുന്നു എന്റെയൊക്കെ കുഞ്ഞുങ്ങളെ ഞാനൊക്കെ വളർത്തിയിട്ടുള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് അങ്ങനെയല്ല, ന്യൂജൻ മമ്മിമാരായതുകൊണ്ട് അവരെന്ത് ചെയ്യും? അടുക്കള പണിയുടെയൊക്കെ സമയത്ത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അവർ തന്നെ റിലാക്സ് ചെയ്യാനായിട്ട് മൊബൈലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേറൊരു മൊബൈൽ അങ്ങ് കൊടുക്കും. അപ്പൊ അവര് ആ മൊബൈൽ തോണ്ടിക്കൊണ്ട് കുഞ്ഞുങ്ങളിരിക്കും. അപ്പൊ കുട്ടിക്കാലം തൊട്ടേ കുഞ്ഞുങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊബൈൽ ഫോണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പുറം ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുമായിട്ടൊന്നും അധിക ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിഞ്ച് മക്കൾ വരെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കരുത്. നീ നേവലായാലും ക്ലീനേജ് ആയാലും നീ എന്തൊക്കെ സാധനങ്ങൾ നിനക്കുള്ളത് എല്ലാം കൂടി ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും നീ സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെ നീ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ട് നടാ. അതാകുമ്പോൾ നിന്നെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുവന്ന് ആരെങ്കിലും ഇട്ടോളും. അതോടുകൂടി നിന്റെ ഈ കാണിപ്പൂങ്ങ് തീർന്നോളും. ഓക്കെ, നിന്റെ മൂലത്തിലും വേറെ എവിടെയെങ്കിലും 2 ഷോക്ക് തരുമ്പോഴത്തേക്ക് ആ അസുഖത്തിന് ഒരു പരിഹാരം ആയിക്കോളും. അതല്ലെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയെയും അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരി. അതൊന്നും മറ്റുള്ളവർക്ക് ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ സമൂഹത്തിലുള്ള ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിനക്കുള്ള സാധനങ്ങൾ മുഴുവനും തുറന്ന് കാണിക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എന്റെ ശരീരം അല്ലേ, എന്റെ ശരീരമാണ്. അതെനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. ഞാൻ അതെനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, ഇഷ്ടമുള്ളത് കാണിക്കും. ഇവരെയൊക്കെ ബോധിപ്പിക്കണം, ഈ നാട്ടുകാരെയൊക്കെ ഞാൻ ബോധിപ്പിക്കണം. പിന്നെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മൂലയിൽ കയറിയിരിക്കണോ? എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും. അച്ഛൻ മരിച്ചോണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇതൊക്കെ എവിടുത്തെ നിയമ? കുറെ പഴഞ്ച നിയമം കൊണ്ട് കുറെ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരും അമ്മാവിമാരും ഇറങ്ങിയിട്ടുണ്ട്, കുറെ കമന്റ് ഇടാൻ. വേറെ ഒരു പണിയില്ല നിങ്ങൾക്കൊന്നും. പച്ചയ്ക്ക് പറഞ്ഞ എന്റെ അവയവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പോൾ മുലക്കച്ച വെട്ടി വേണം, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനിടും. ഇതിപ്പോൾ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്റെ ഇഷ്ടം, ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്റെ ഇഷ്ടം, എന്റെ ശരീരം, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, എന്റെ ഇഷ്ടം പോലെയുള്ള വസ്ത്രം ധരിക്കും. ആയിക്കോ കൊച്ചേ, നീ എന്ത് വേണേലും കാണിച്ചോളൂ. നീ ഇനി ബിക്കിനി ഇട്ട് നടക്കുന്നെങ്കിൽ അത്രയും നടക്കുക. കാരണം വസ്ത്രവും ലാഭിക്കാം. ചൂട് ഇപ്പൊ പൊതുവെ ഇപ്പൊ ചൂടിന്റെ ഒരു സമയമാണ് കുംഭമീനമാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൂടിൽ നിന്നൊക്കെ നിനക്ക് കുറച്ച് രക്ഷ നേടാൻ പറ്റും. അപ്പൊ നീ ബിക്കിനി ഇട്ട് നടന്നോ. ബിക്കിനിക്ക് ആകുമ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇനി ബിക്കിനി മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു താറുടുത്തങ്ങോട്ട് നടക്ക്. നമ്മുടെ അഘോരി സ്വാമികളൊക്കെ നടക്കുന്നതാണ്, ഒരു താറുടുത്തങ്ങ് നടന്നേരം. ആർക്കും ഒരു ശല്യമില്ല. പോട്ട് പുല്ല്. പിന്നീട് ഇവള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളെ ആയുള്ളൂ. നമ്മളൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ അച്ഛൻ മരിച്ചു. അപ്പൊ അതിനുശേഷം ഈ ഒരു പുള്ളിക്കാരത്തി ഇത്രയും മനോഹരമായിട്ട് ഒരുങ്ങി വരുന്നത് കണ്ട് ആളുകൾ അവരുടെ അടുത്ത് കുറ്റം പറയുന്നു. അല്ലെങ്കിൽ അച്ഛൻ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടാണ്, അച്ഛൻ ഇപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്രയും മനോഹരമായിട്ട് ഒരുങ്ങി നടക്കരുത്, ഇന്നതുപോലെ വളവളത്തെ ഡ്രസ്സ് ഇടരുത്, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുത്, അങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ആളുകൾ ഇവരോട് വന്നിട്ട് സംസാരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്കിലുള്ള കുറെ അമ്മാവന്മാരും അമ്മായിമാരും എന്നാണ് ഇവർ പറയുന്നത്. എടോ, ഈ ഫേസ്ബുക്കിലുള്ള അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ തന്റെ ഫോളോവേഴ്സ് അല്ലേ? തന്റെ ഫോളോവേഴ്സിനോട് തനിക്ക് ഒരു കടപ്പാടും ഇല്ലേ? അവരവരുടെ അഭിപ്രായം പറയില്ലേ? അവരൊക്കെ നിന്റെ വീഡിയോ കാണുന്നത് കൊണ്ടൊക്കെയല്ലേ നിനക്കൊക്കെ നല്ല വരുമാനം വരുന്നത്. ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നൊക്കെ നിനക്കൊക്കെ വല്ല തേങ്ങയും കിട്ടോ? അപ്പോ അത്തരത്തിലുള്ള ആളുകൾ ഒരു അഭിപ്രായം അവരുടേത് പറഞ്ഞു തരുമ്പോൾ അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കണ്ട. ഇങ്ങനെ താൻ വന്നിട്ട് ഇങ്ങനെ കുറച്ച് അമ്മാവന്മാർ ഉപദേശിക്കുന്നു, ഫേസ്ബുക്കിലുള്ള കുറച്ച് അമ്മായി അമ്മമാർ ഉപദേശിക്കുന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ കൊച്ചേ? അതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്. അത് സ്നേഹം കൊണ്ടല്ലേ അവർ പറഞ്ഞു തരുന്നത്. അപ്പൊ അതില് എന്താണ് തെറ്റ്? പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണപ്പെട്ട ആളുകളാണ്, നമ്മളൊക്കെ സിറ്റിയിലൊന്നും വസിക്കുന്ന ആളുകളല്ല. ശരിക്കും ഈ ഒരു പെങ്കൊച്ചിന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഇവളുടെ വീടും ഇവളുടെ വീട്ടിലുള്ള ബന്ധുക്കളും ആളുകളും നാട്ടുകാരും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വലിയ സിറ്റിയിലൊന്നും ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ല, വളരെ സാധാരണപ്പെട്ട നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ്. വലിയ ആഠ്യത്വമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര സമ്പാദ്യമൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന വലിയ പണക്കാരിയൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ കൂടി നിന്ന ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ നാട്ടിൻ പുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിരുന്നു. അപ്പോ
അങ്ങനെയുള്ള ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആവുമ്പോൾ നാട്ടിലുള്ള ആളുകളായാലും ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി പരിചയമുള്ള ആളുകളായാലും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളാവാം, ചിലപ്പോൾ അസൂയ മൂത്ത് പറയുന്ന ആളുകളും ആവാം. പക്ഷെ അവർ പറയുന്നത് എന്താണ്, അച്ഛൻ മരണപ്പെട്ടിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, അപ്പോൾ ഇതുപോലെ പളവളത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കരുത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള നമ്മുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അമ്മാവൻ അങ്ങനെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർഷം നമുക്ക് ഓണം പോലും നമ്മൾ ആഘോഷിക്കില്ല. ഓണം, ഉത്സവം, ബർത്ത്ഡേ ഇതൊന്നും നമ്മൾ ആഘോഷിക്കില്ല. ആ ഒരു വർഷം ഒഴിച്ചിട്ട് പിന്നെ പിറ്റേ വർഷം വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ആണ്ടവലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ അത് എല്ലാവരും ഒന്നും ഫോളോ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അണുകുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. ഓ ചത്തോരങ്ങ് പോയി, ഇപ്പൊ നമുക്കിപ്പോ എന്ത് വേണം എന്നൊക്കെയുള്ള മട്ടാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് സ്വന്തം അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ ഒരു 90 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമ്മളൊക്കെ സാധാരണയിൽപ്പെട്ട ആളുകളൊക്കെ ഇതുപോലെ നല്ല പളപളത്ത വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് പോവാറുള്ളൂ. പക്ഷെ അതിങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതായത് ഇന്നത്തെ കാലത്തിലുള്ള എല്ലാ കുട്ടികളും അല്ല, കുറച്ച് അധികം സ്ത്രീകൾ എങ്ങനെയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ പോലുള്ള ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പോലും കുറേ എണ്ണം ഇങ്ങനെ ക്ലീനേജ് ഒക്കെ കാണിച്ച്, അതായത് മാറിടങ്ങളൊക്കെ പുറത്ത് കാണിച്ച് ചാല് കാണിച്ച് നടക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തു, എനിക്ക് എന്തൊക്കെയോ വലിയ സൂപ്പർ പവർ കിട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നോക്കി കാറി അങ്ങ് തുപ്പി കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ തുപ്പിയിട്ട് കാര്യമില്ലല്ലോ, തുപ്പിയ നമ്മൾ പോയി അകത്ത് കിടക്കണ്ടേ. അപ്പോൾ എന്തായാലും തുപ്പാൻ നിവൃത്തിയില്ല. തൽക്കാലം മനസ്സുകൊണ്ട് നമുക്ക് അങ്ങനെയാ തോന്നുന്നത് ഇത്തരത്തിലൊക്കെ നടക്കുന്നത് കാണുമ്പോൾ. അപ്പൊ എന്തായാലും ഇവള് പറയുന്നത് ഇവളുടെ ശരീരമാണ്, ഇവളുടെ ഇഷ്ടമാണ്, ഇവളുടെ ശരീരത്തിന്റെ ഇഷ്ടമുള്ള ഭാഗങ്ങൾ ഇവള് തുറന്നു കാണിക്കും, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആരെങ്കിലും ഒക്കെ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പൊ ആ പരിധി കൂടുതലൊക്കെ പ്രദർശിപ്പിച്ച് കഴിയുമ്പോൾ മെന്റൽ ആണെന്ന് കരുതി ചിലപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി 2 ഷോക്ക് തന്നാലേ ഡോക്ടർമാരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ പെണ്ണിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നീ വാശി മൂത്ത് നിന്റെ മാറിടമോ വജേനെ എന്നും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കരുത്. കാരണം കൊച്ചു കുട്ടികളും പിന്നെ അതിനൊക്കെ തന്നെ ഒരുപാട് പ്രായമായി കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന അമ്മാവന്മാരൊക്കെ അറ്റാക്ക് വന്ന് ചാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഇല്ലെങ്കിലുണ്ടല്ലോ എനിക്ക് പറയാതിരിക്കുമ്പോൾ വല്ലാത്ത വീർപ്പ് മുട്ടലുണ്ടാവും, ശ്വാസം മുട്ടും, പിന്നെ എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ ചാവേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും